നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തെങ്കിലും പറ്റി വെച്ചേ? എന്തോടോ ഈ കാണിച്ചത്? ഇയാളുടെ മുഖത്ത് കണ്ണില്ലടോ. കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ലല്ലോ പ്രഭാവതി. എടോ, കാഴ്ചയില്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി അവിടെ എവിടെയും പോയിരിക്കണം. ഇത് അങ്ങനല്ലല്ലോ. കാഴ്ച ഉള്ളവരെ കാട്ടി കേമോട്ട് അവിടെ ഇവിടെ കയറി ഇറങ്ങി നടക്കല്ലേ? അങ്ങളെ, പാവം മുത്തശ്ശനൊരു അബദ്ധം പറ്റിയതല്ലേ, വിട്ടുകളാ. ഇതാണ് അബദ്ധം. അമ്മേ, മുത്തശ്ശനോട് ക്ഷമിക്ക്. കാഴ്ചയില്ലാത്തവരുടെ വിഷമം അവർക്കല്ലേ അറിയൂ. നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ഈ വീടിനകത്ത് അധികം കറങ്ങി നടക്കാതിരിക്കുന്നതാ നല്ലത്. ആ മുറിയിൽ തന്നെ അങ്ങ് ഇരുന്നാ മതി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ആരെങ്കിലും ഒന്ന് വിളിച്ചാ മതി. ഓ, എന്ത് സഹായവും മുന്നിൽ വരും. അല്ല, താനിപ്പോ എന്തിനാ ഇങ്ങോട്ട് എഴുന്നില്ലേ? അല്ല, ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാൻ വന്നതാ. എന്ത് അഭിപ്രായം? ഇവിടെ വരലക്ഷ്മി പൂജ നടക്കുന്നു എന്നറിഞ്ഞു. മുത്തശ്ശൻ എങ്ങനെ അതറിഞ്ഞു? നിങ്ങൾ ആരോ പറയുന്നത് കേട്ടതാ. കേട്ടത് ശരിയാ. ആ പൂജ ആരാ ചെയ്യുന്നത്? എന്റെ അഭിപ്രായത്തിൽ വരലക്ഷ്മി പൂജ ചെയ്യാൻ ഏറ്റവും അനുയോജ്യ പാർവതിയാ. പാർവതി ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളല്ലേ? അപ്പോ ശാസ്ത്രവിധി പ്രകാരം തന്നെ പാർവതിക്ക് ഈ പൂജ നടത്താൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. പൂജ പാർവതി തന്നെയാ നടത്തുന്നത് മുത്തച്ഛ. നന്നായി, വളരെ നന്നായി. അമ്മേ, പൂജയ്ക്ക് വേണ്ടി പൂക്കളും മറ്റും വാങ്ങണമായിരുന്നു. പ്രതാപൻ സാറ് പുറത്തു പോകുന്നുണ്ടെങ്കിൽ ഇവൻ പോയി വാങ്ങിയിട്ട് വരും. ഞങ്ങൾ അതിനു വേണ്ട ലിസ്റ്റ് ഇടുകയായിരുന്നു. ആ, നിങ്ങളൊരു കാര്യം ചെയ്യ്. ഇയാളെ ഇയാളുടെ മുറിയിൽ കൊണ്ടുചെന്നാക്ക്. ഇല്ലെങ്കിൽ വീണ്ടും ഇവിടെ എവിടെയെങ്കിലും തട്ടി വീഴും. വേണ്ട, നിങ്ങൾ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളൂ. ഞാൻ പൊയ്ക്കോളാം. അമ്മേ, ഞങ്ങള് പോയിട്ട് വിളക്കും കിണ്ടിയും താലും ഒക്കെ ഒരുക്കി വെക്കാം. ആ, ശരി. ഗാർഗി, ചെല്ല്. വാ. ആ, പ്രതാപ, നീ പൂവ് വാങ്ങാൻ പോകുമ്പോഴേ ഒരു ഹൈ ഹീൽ ചെരുപ്പ് കൂടി മേടിച്ചിട്ട് വരണം. ഹൈ ഹീൽ ചെരുപ്പോ? എന്തിനാ? ആ, നീ ഞാൻ പറഞ്ഞത് ചെയ്യ. കഥകളൊക്കെ വഴിയേ പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.